പ്രധാന പത്രങ്ങളൊക്കെ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി അവരുടെ മുൻപേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം എന്താ എന്നൊരു സംശയം നമുക്ക് തോന്നാം. കാരണം മേയർക്കും അവരുടെ ഭർത്താവായ MLA-ക്കുമെതിരെ നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളപ്പോൾ ഒരു കേസ് എടുക്കുമെന്ന്, അല്ലെങ്കിൽ FIR-ല് പ്രതിപട്ടികയിൽ ആരൊക്കെ ഉണ്ടെങ്കിലും കുറ്റപത്രത്തിൽ അവരുണ്ടാകുമെന്ന് നിഷ്കളങ്കരായ ആരെങ്കിലും വിചാരിക്കുമോ? അങ്ങനെ കരുതുമോ? കരുതില്ലല്ലോ. അത് വളരെ സ്വാഭാവികമാണ്. നമ്മളത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് തോന്നാം, ഇത് എന്തുകൊണ്ടാണ് ഇത് ഈ മുൻപേജിൽ വന്നത്? അതിന് വലിയ പ്രാധാന്യമില്ലല്ലോ, അത്രയ്ക്ക് പ്രാധാന്യമില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അതിനൊരു മറുവശമുണ്ട്. അതായത് FIR-ൽ പേരുണ്ട്, പ്രതിപട്ടികയിലുണ്ട്, എന്നിട്ടും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. അത് വേണമെങ്കിൽ ഒരു പ്രധാന വാർത്തയാണ്. അത് MLA-യും മേയറും ഒക്കെ ആകുമ്പോൾ അതിന്റെ പ്രാധാന്യം കൂടും, അതുകൊണ്ടാവാം എന്ന് ചിന്തിക്കാം. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ന്യായമാണ്. ഇപ്പൊ FIR-ൽ പ്രതിപട്ടികയിൽ ഉണ്ടെങ്കിലും പിണറായിയുടെ പോലീസ് കുറ്റപത്രം കൊടുക്കുമ്പോൾ അവരെ കുറ്റവാളികളാക്കുമോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കുമോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, ഈ മേയറും അതുപോലെ MLA-യും പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടി നേതാക്കളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്, വാത്സല്യ ഭാജനങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ രക്ഷിക്കാനല്ലേ അവർ ശ്രമിക്കത്തുള്ളൂ.